ചെറുപ്പം എന്ന് പറയുന്നത് എൻ്റെ നാട് ചക്കരപ്പറമ്പാണ്. ചക്കരപ്പറമ്പിൽ കളിക്കാനുള്ള നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു എന്താ പറയുക, സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സമയവും ഈ ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ പന്ത് കളിക്കുക എന്ന് പറഞ്ഞതിൽ അത് പിന്നീട് അത് പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഞങ്ങളുടെ അവയവം പോലെയായിട്ട് ഈ ഫുട്ബോൾ മാറുകയാണ്. ഞാൻ 10 വയസ്സിൽ കളി തുടങ്ങിയതാണ്. പിന്നെ കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. പിന്നെ ഓട്ടോ ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാലും വൈകിട്ട് ഞാൻ 5 മണിയാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഫ്രീ ആവും. അത് എങ്ങനെയെങ്കിലും ഞാൻ ഓടിയെത്തും, അത് എന്ത് തിരക്കുണ്ടെങ്കിലും. പണി എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ളതാണ് 5 മണിക്ക് മുമ്പ്. 5 മണി കഴിഞ്ഞാൽ പിന്നെ തലയിൽ പന്ത് കളിയാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആൾക്കാർ വരെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉണ്ട്. അതായത് ചുമട്ട് തൊഴിലാളി, കടയിലെ ജോലിക്കാർ, കടയിലെ ഓണർ, വക്കീലുണ്ട്, ഇതിൽ പിന്നെ പോലീസുകാരുണ്ട്. അവരൊക്കെ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അപ്പം അങ്ങനെ വളർന്ന് വലുതായി വന്നേക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇവിടെ ചുമട്ടുപണിക്കാർ നമ്മുടെ കൂടെ 3-4-5 പേര് കളിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ 1 മണിക്കൂറിൽ അവരതെല്ലാം മറന്നു പോകും. ഓരോ രാജ്യങ്ങളായിട്ട് ഇപ്പോൾ മാറുക. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ കളിക്കാരും, ഞങ്ങൾ 10-100ഓളം കളിക്കാരുണ്ട്. ഓരോ കളിക്കാരും നിറക്കിട്ട് ഞാൻ ചിലപ്പോൾ അർജൻറ്റീന ആവും, ബ്രസീലാവാം, സ്പെയിനാകാം, ഓരോ രാജ്യമായിട്ട് മാറുക. ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഓരോ രാജ്യമായി മാറിയിട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇനി യഥാർത്ഥ രാജ്യങ്ങളുടെ പോരാട്ടം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ രാജ്യങ്ങളായിട്ട് മാറി കളി തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഈ പോരാട്ടത്തിലെ ഒരു സാമ്പിൾ വെടിക്കെട്ടുന്ന നിലയ്ക്ക് ആരാണ് കപ്പെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾക്കിപ്പോൾ നറുക്കിടുമ്പോൾ ചിലപ്പോൾ ഏത് രാജ്യത്തെ ഞാൻ പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ രാജ്യങ്ങളായി മാറും. നമ്മുടെ ജോഷി സാർ എന്ന് പറഞ്ഞ പുള്ളി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് പുള്ളിയായിട്ട് കളിച്ചപ്പോഴത്തേക്കും ഞാൻ സാറാണല്ല ക്രൈം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ ഗ്യാപ്പിട്ട് കളിച്ച്. പുള്ളി അപ്പം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാറൊക്കെ കളിക്കളത്തിന് പുറത്ത്, ഇവിടെ കളിക്കാറാണ്, ഇടിച്ച് കളിക്കണം, എന്നാലേ കളി പഠിക്കുള്ളൂ. ഫുട്ബോൾ വഴക്കുറയും നമ്മളൊരു കൂടെ കളിക്കുന്ന ഒരാളാണ് സാറേ മൂളിടുന്ന് പറയുന്നത് മഹാരോചകം. നമുക്ക് ഭയങ്കര അകൽച്ച് തോന്നും. അപ്പോൾ നമ്മളോട് പോയി പറയും. പിന്നെ ഇപ്പോൾ ഈ കളിയിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത് കളി കഴിഞ്ഞിട്ടുള്ളൊരു ഇരിപ്പാണ്. കളി കഴിഞ്ഞിട്ടുള്ള ഇരിപ്പിലാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ കളിക്കകത്ത് കളിച്ച സമയത്ത് നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ, ചിലപ്പോൾ ചില ആൾ കാണിച്ചിട്ടുള്ള ഒരു മികച്ച പ്രകടനം, ഇതൊക്കെ വിലയിരുത്തപ്പെടലും രാത്രി 10 മണി വരെ വേറെ ആളുകളുടെ കളിയൊക്കെ കണ്ടും പരസ്പരം ഇങ്ങനെ കൊടുത്തും വാങ്ങി ഇങ്ങനെ നീണ്ടു പോകും. അത് മാത്രം ആസ്വദിക്കാൻ വേണ്ടി കളിക്കാത്തവർ വരും. കളിക്കാൻ കൈവെക്കണവർ മാത്രമല്ല ഇവിടെ വേണ്ടത്. ഈ ഒരു കൂട്ടായ്മയിൽ ഒരു സൗഹൃദം പുതുക്കാൻ വേണ്ടി മാത്രമായിട്ട് കളി കഴിഞ്ഞിട്ട് നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ അതൊരു തമാശയാക്കാൻ വേണ്ടി വരെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വരും.